Welcome to another session on cascading style sheets, that is CSS. It is a style sheet language which is used to describe the look and formatting of a document written in HTML. It provides an additional feature to HTML. Using CSS, we can control the color of the text, style of the fonts, the spacing between the paragraph, how columns are sized and laid out, borders and its colors. CSS is used along with HTML and JavaScript in most websites to create user interfaces for web applications and user interfaces for many mobile applications. So CSS means style sheet or CSS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ്ഡ് വിത്ത് HTML ആണ്. നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യണം യൂസിങ് ആൻ HTML പേജ്, HTML ലാംഗ്വേജ്, ദാറ്റ് ഇസ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് വെച്ച് നമ്മളൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വി ക്യാൻ ഓൾസോ ഡിസൈൻ ദി പേജ് ത്രൂ ദിസ് HTML കോഡിങ്സ്. HTML കോഡിങ് വെച്ച് നമുക്ക് ഈ ഒരു പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാം, ടെക്സ്റ്റ് കളർ മാറ്റാം, ഫോണ്ട് സൈസ് എല്ലാം മാറ്റാം. അങ്ങനെ അങ്ങനെ എന്താണ് ആ ഒരു പേജ് ഡിസൈനിങ് എല്ലാം HTML കോഡിങ്സിൻ്റെ അകത്ത് തന്നെ നടക്കും. സോ CSS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ HTML പുറമെ നമ്മൾ എന്താണ് HTML തന്നെ രണ്ട് സെക്ഷനാണുള്ളതെന്ന് ഞാൻ പറഞ്ഞു. ദാറ്റ് ഈസ് ദി ഹെഡ് സെഷൻ ആൻഡ് ബോഡി സെഷൻ. ദ ഹെഡ് സെഷൻ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഡിസ്പ്ലേ ചെയ്യുന്ന ഓരോ കണ്ടൻറ്റ്, അതായത് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഉണ്ട്. എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വാട്ട് ഈസ് ആൻ എലമെൻറ്റ്? ആസ് ഐ ടോൾഡ്, എലമെൻറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ടാഗ്സ് അല്ലേ. അതിന് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ടാഗ് ഉണ്ടാവും. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു സബ്ജക്റ്റും എന്തെങ്കിലും ഒരു എന്തെങ്കിലും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന മാറ്റർ കൂടെ ഉണ്ടെങ്കിൽ അതിനെ നമുക്കൊരു എലമെൻ്റ് എന്ന് പറയാം. ഇപ്പോൾ നമ്മളൊരു പാരഗ്രാഫ് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ വെബ് പേജിൻ്റെ അകത്തുള്ള പാരഗ്രാഫ്, ആ പാരഗ്രാഫിൻ്റെ സ്റ്റൈൽ ഡിഫറെൻറ്റ് പാരഗ്രാഫ്സ് ഉണ്ടായിരിക്കാം. ഓക്കെ, ഒന്നിലധികം പാരഗ്രാഫ് ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ഓരോ പാരഗ്രാഫ് ടൈപ്പ് ചെയ്യുന്ന സാധാരണ HTML കോഡിങ് ടൈപ്പ് ചെയ്യുമ്പോൾ ഓരോ പാരഗ്രാഫ് ടൈപ്പ് ചെയ്യുമ്പോഴും ആ പാരഗ്രാഫിൻ്റെ ഫോണ്ട് സൈസ്, കളറ്, വിഡ്ത്ത് അല്ലെങ്കിൽ ഇൻഡൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. ഓക്കെ, അപ്പോൾ CSS അല്ലെങ്കിൽ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് നോക്കുകയാണെങ്കിൽ ഇൻ ദി ഹെഡ് സെഷൻ അത് 2-3 കാറ്റഗറി ഉണ്ട്. ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആദ്യം ഞാൻ ഒരു ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഐ എം ടോൾഡ് ഞാൻ ആദ്യമേ ഈ എന്താണ് ഹെഡ് സെഷനിൽ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് കൊടുക്കുന്ന കാര്യം മാത്രം പറയാം. ഓക്കെ, അപ്പോൾ ഹെഡ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഹെഡ് ടാഗിൻ്റെ അകത്ത് നമ്മൾ എന്താണ് ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടൊരു കോഡിംഗ് ഉണ്ട്. ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റൈൽ ടാഗ് കൊടുക്കുകയാണ്. ഓക്കെ, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ടാഗ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് എന്താണ്, ക്ലോസിംഗ് ടാഗിൽ ആൻ അഡീഷണൽ / ക്യാരക്ടർ ഉണ്ടാവും. അതാണ് ക്ലോസിംഗ് ടാഗ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഓപ്പണിംഗ് ഹെഡ് സെക്ഷൻ്റെ അകത്ത് തന്നെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഹെഡ് പാർട്ടിൻ്റെ അകത്ത് വി ആർ ഗിവിങ് അനദർ പാർട്ട് ദാറ്റ് ഈസ് സ്റ്റൈൽ ഷീറ്റിൻ്റെ കോഡിംഗ് ആണ്. ദാറ്റ് ഈസ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റൈൽ ടാഗ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ പേജിൻ്റെ അകത്തുള്ള സ്റ്റൈൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, ഇപ്പോൾ ഒരു 5-6 പാരഗ്രാഫ് ഉണ്ട്, അല്ലെങ്കിൽ മോർ ദാൻ 2 പാരഗ്രാഫ്സ് ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യേണ്ട ഒരു തീം. ഓക്കെ, എന്ത് ഫോണ്ട് സൈസാണ് വേണ്ടത്, ഫോണ്ട് കളർ എന്താണ്, അതിൻ്റെ ഹെഡിങ് എന്താണ് വേണ്ടത്, ഏത് സ്റ്റൈലിലാണ് വേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളെന്താണ് ഈ CSS ബൈ ദിസ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് മെത്തേഡ് വെച്ച് സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗിൻ്റെ അകത്ത് നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഇൻസൈഡ് ദി ഹെഡ് സെഷൻ. ഓക്കെ, HTML കോഡിങ്ങിൻ്റെ അകത്ത് തന്നെ 2 പാർട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഹെഡ് സെഷൻ ആൻഡ് ബോഡി സെഷൻ. അതിൻ്റെ അകത്തുള്ള ഹെഡ് സെഷൻ്റെ അകത്ത് നമ്മൾ ഈ സ്റ്റൈൽ എന്ന് പറയുന്ന കോഡിങ് ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റൈൽ. അതിൻ്റെ അകത്ത് നമ്മൾ ഓരോ കോഡിങ്സ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ ഒരു പാരഗ്രാഫ് എടുക്കുകയാണ്, പേജിൻ്റെ അകത്ത് നമ്മളൊരു പാരഗ്രാഫ് എടുക്കുകയാണ്. ആ പാരഗ്രാഫിൻ്റെ അകത്ത്
നമ്മൾ എന്താണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറ് ഗ്രീൻ കളർ വേണം, അല്ലെങ്കിൽ റെഡ് വേണം, അല്ലെങ്കിൽ വൈറ്റ് വേണം, അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് കൊടുക്കണം. അപ്പോൾ നമ്മൾ അതിന് ഈക്വലായിട്ടുള്ള കോഡിങ്സ് നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ബോഡി ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ആ സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റൈൽ ടാഗിൻ്റെ അകത്ത് നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. ബോഡി കളർ ഈക്വൽ ടു റെഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് ആവും. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇപ്പോൾ ഹെഡിങ്സ് അല്ലെങ്കിൽ ലിസ്റ്റ് നമ്മൾ യൂസ് ചെയ്യണം. ഡിഫറെൻറ്റ് ലിസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ലിസ്റ്റ് ഉണ്ട്. ഓർഡേഡ് ലിസ്റ്റ്, അൺഓർഡേഡ് ലിസ്റ്റ് ആൻഡ് ഡെഫിനേഷൻ ലിസ്റ്റ്. അപ്പം ഇങ്ങനെയുള്ള ഏതെങ്കിലും ലിസ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണെങ്കിൽ, കോഡിംഗ് ആണെങ്കിൽ, ദെൻ ആ പ്രോജക്റ്റിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആ കോഡിങ്ങിൻ്റെ അകത്ത് നമ്മളെന്താണ് ലിസ്റ്റിന് വേണ്ട കോമൺ ആയിട്ടുള്ള സെറ്റിങ്സ് നമ്മളതിൻ്റെ അകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, സ്റ്റൈലിൻ്റെ അകത്ത് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റൈൽ ടാഗിൻ്റെ അകത്ത് LI എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എന്ത് കളറാണോ വേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റൈൽ എന്താണ് വേണ്ടത്, അപ്പോൾ അത് നമ്മൾ അവിടെ കോമൺ ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്ര ലിസ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ലിസ്റ്റിനെല്ലാം ഈ ഒരു കോമൺ ഫോർമാറ്റിംഗ്, ഓക്കെ, ഫോണ്ട് കളറാണെങ്കിലും ശരി, സൈസ്, ടെക്സ്റ്റ്, ഇതെന്തൊക്കെയാണോ നമ്മൾ കൊടുത്തേക്കുന്നത് ഇതെല്ലാം കോമൺ ആയിട്ട് എല്ലാ ലിസ്റ്റിനും ഡിസ്പ്ലേ കാണിക്കും. ഓക്കെ, ഈ പ്രോഗ്രാമിൽ പഠിച്ച പോലെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞൊരു മെത്തഡ് നമ്മൾ പഠിച്ചാണ് അല്ലേ. അതിലെന്താ ചെയ്യുക, ജസ്റ്റ് വൺ ടൈം നമ്മളൊരു കോഡിങ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്തെല്ലാം ആ ഫംഗ്ഷൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ ദ സെയിം കോഡ് വിൽ എക്സിക്യൂട്ട്. അതല്ലേ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഇൻ ദ സിമിലർ വേ നമ്മൾ കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ് ഏതെങ്കിലും ഒരു പാർട്ടിൽ നമ്മൾ CSS ഡിസൈൻ, ആ പേജിൻ്റെ ഡിസൈൻ ഫോർമാറ്റിംഗ് എല്ലാം ടൈപ്പ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ഏരിയയിൽ ആവശ്യമുണ്ടോ, ഓക്കെ, അവിടെയെല്ലാം നമുക്ക് ഈ ഒരു കോമൺ ആയിട്ട് വരുന്ന ഏരിയകളിലെല്ലാം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അതാണ് കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റിൻ്റെ ഒരു യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒരു പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പാരഗ്രാഫോ ലിസ്റ്റോ അങ്ങനെ കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഈ ഒരു സ്റ്റൈൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, നമ്മൾ സാധാരണ HTML കോഡിങ് ടൈപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണെങ്കിൽ പാരഗ്രാഫ് എവിടെയൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ലിസ്റ്റ് എവിടെയൊക്കെ ഉണ്ടോ അതിനെല്ലാം നമ്മൾ ആ കോഡിങ്ങിൻ്റെ തൊട്ട് മുമ്പായിട്ട് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള കോഡിങ്സ് അടിച്ചു കൊടുക്കണം അല്ലേ. ടാഗ്സ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് ഡിസ്പ്ലേ ആവുള്ളൂ. ഇപ്പോൾ ബോൾഡായിട്ട് ഡിസ്പ്ലേ ചെയ്യണം, അല്ലെങ്കിൽ ഇറ്റാലിക്, അണ്ടർലൈൻ എല്ലാം വേണമെങ്കിൽ ആ ഓരോന്നിൻ്റെയും ഫ്രണ്ടിൽ നമ്മൾ ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ അത് ഡിസ്പ്ലേ കാണിക്കുള്ളൂ അല്ലേ. അപ്പോൾ CSSലാണെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കോമൺ LI ടാഗ് അല്ലെങ്കിൽ ഹെഡിങ്സ് ആണെങ്കിൽ ഈ ഒരു ഫോമിൽ ഡിസ്പ്ലേ കാണിക്കണം എന്ന് നമ്മൾ CSSൻ്റെ അകത്ത് ആ സ്റ്റൈൽ എന്ന് പറയുന്ന പാർട്ടിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എവറിത്തിങ് inside the HTML program will be displayed in the common format. Okay, CSS തന്നെ മെയിനായിട്ട് 3 കാറ്റഗറീസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ഇൻലൈൻ കാറ്റഗറി, സെക്കൻഡ് വൺ ഇൻറ്റേർണൽ ആൻഡ് തേർഡ് വൺ എക്സ്റ്റേണൽ. ഇൻലൈൻ കാറ്റഗറിയിൽ എന്താണ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ടാഗ് എൻ്റർ ചെയ്യുന്ന സമയത്ത് ടാഗിൻ്റെ കൂടെ തന്നെ ഏതൊക്കെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യണോ അതെല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അതാണ് ഇൻലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫോർ എക്സാമ്പിൾ പാരഗ്രാഫ് എന്ന് പറയുന്നൊരു ടാഗ് എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ P ടാഗ് അടിക്കുന്നു. എന്നിട്ട് P ടാഗ് ആംഗിൾ ബ്രാക്കറ്റ് P ഓപ്പൺ ചെയ്തു അതിൻ്റെ അകത്ത് തന്നെ സ്റ്റൈൽ കളർ ഈക്വൽ ടു ബ്ലൂ, അല്ലെങ്കിൽ ടെക്സ്റ്റ് അലൈൻ ഈക്വൽ ടു സെൻറ്റർ, അതല്ലെങ്കിൽ ഫോണ്ട് സൈസ് ഈക്വൽ ടു ലാർജർ, ഇങ്ങനെയെല്ലാം അടിച്ചതിന് ശേഷം ക്ലോസിംഗ് P ടാഗ് കൊടുക്കുന്നു. പിന്നെയാണ് നമ്മൾ ഇൻറ്റേർണൽ അല്ലെങ്കിൽ ഇൻലൈൻ CSS എന്ന് പറയുന്നത്. നോട്ട് ഇൻറ്റേർണൽ, ഇൻലൈൻ CSS എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇൻറ്റേർണൽ CSS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ മെത്തേഡാണ്. അതിൻ്റെ അകത്ത് ഹെഡ് സെക്ഷൻ്റെ അകത്ത് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റൈൽ ടാഗ് കൊടുക്കുന്നു. സ്റ്റൈൽ ടാഗിൻ്റെ അകത്ത് നമ്മൾ 1 by 1 ഓരോ ഓപ്ഷൻസ് തന്നെ കൊടുക്കുകയാണ്. വേണമെങ്കിൽ ബോഡി ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീൻ, അല്ലെങ്കിൽ ഹെഡിങ്ങിൻ്റെ കളർ വൈറ്റ് വേണം, ബോർഡർ സ്റ്റൈൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതാണ്. അതും ഹെഡ് സെക്ഷൻ്റെ അകത്ത് സ്റ്റൈലിൻ്റെ അകത്ത് കൊടുക്കുന്ന മെത്തേഡിനാണ് നമ്മൾ ഇൻറ്റേർണൽ സ്റ്റൈലിംഗ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ സ്റ്റൈൽ
സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സാധാരണ HTML കോഡിങ്സ് ടൈപ്പ് ചെയ്യുന്ന പോലെ തന്നെ എന്താണ് ബോഡി കളർ എന്താണ്, ബോഡി ബാക്ക്ഗ്രൗണ്ട് കളർ എന്താണ്, അങ്ങനെ ബോഡി കളർ അല്ലെങ്കിൽ ബോർഡർ സ്റ്റൈല്, ബാക്ക്ഗ്രൗണ്ട് കളർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഴുതിയതിന് ശേഷം സ്റ്റൈൽ ഷീറ്റ് ഡോട്ട് CSS എന്ന് പറഞ്ഞ് സേവ് ചെയ്യണം. ഓക്കെ, സ്റ്റൈൽ ഷീറ്റ് ഡോട്ട് CSS എന്ന് പറഞ്ഞ് സേവ് ചെയ്യും. ദെൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ് HTML പ്രോഗ്രാം ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഹെഡ് സെക്ഷൻ ഉണ്ടാവും. അതിൻ്റെ അകത്ത് ആംഗിൾ ബ്രാക്കറ്റിൻ്റെ അകത്ത് ലിങ്ക് REL സ്റ്റൈൽ ഷീറ്റ് ഡബിൾ കോട്ട്സിലെ സ്റ്റൈൽ ഷീറ്റ് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് /CSS href ഈക്വൽ ടു നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത സ്റ്റൈൽ ഷീറ്റിൻ്റെ പേര് എഴുതി കൊടുക്കുക. ഓക്കെ, എന്ത് പേരിലാണോ സേവ് ചെയ്തത് അത് .CSS എന്നെടുക്കുക. ഓക്കെ, സ്റ്റൈൽ ഷീറ്റ് .CSS എന്ന് കൊടുത്തതിന് ശേഷം ക്ലോസ് ചെയ്യുക. ദെൻ ഹെഡ് ടാഗ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അതേ ഫോൾഡറിൽ തന്നെ CSS സ്റ്റൈൽ ഷീറ്റ് ഉണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തേക്കുന്ന കോഡിംഗ് എല്ലാം ഈ നമ്മൾ റൺ ചെയ്യുന്ന HTML പ്രോഗ്രാമിൽ അപ്ലൈ ആവും. അതേ ഫോർമാറ്റിൽ തന്നെ ഡിസ്പ്ലേ ആവുകയും ചെയ്യും. ഓക്കെ, ഇതൊക്കെയാണ് CSSൻ്റെ ബേസിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതുകൂടാതെ CSSൻ്റെ സെലക്ടേഴ്സ് ഉണ്ട്. ഓരോ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാനുള്ള മെത്തേഡ് ഉണ്ട്. ദാറ്റ് ഈസ് CSS സെലക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ there are several different types of CS selectors. There are CSS element selector, CSS ID selector, class selector, universal selector, group selector. അതെന്താണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.